ഈ ചൈനക്കാരൻ്റെ പേരാണ് ക്ലിക്കോ പിക്കോ മക്കോ. അവൻ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് ഇനി ഇങ്ങനെയൊക്കെ റീജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനപ്പോൾ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, ചൈനയിലൊക്കെ എന്തുണ്ട് വിശേഷമെന്ന്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ചൈനയിലൊക്കെ അടിപൊളി വിശേഷങ്ങളാണ്. പിന്നെ എൻ്റെ അടുത്തായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അതുകൊണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരു ഹോസ്റ്റൽ റൂമിലാണ്, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഉണ്ടെന്ന് അവൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ഹോസ്റ്റൽ ജീവിതമൊക്കെ കഴിഞ്ഞിറങ്ങിയ ഒരാളാണ്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവനാണെങ്കിൽ ഹോസ്റ്റൽ ജീവിതത്തിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അവൻ്റെ ഒരു ഫ്രണ്ട് ഒളിഞ്ഞു നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവൻ എനിക്ക് ഹൈഫൈ ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഞാനും തിരിച്ച് ഹൈഫൈ ഒക്കെ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാൻ 3 ചുടലക്ഷികളുടെ അടുത്തെത്തിയതുപോലെ എനിക്ക് തോന്നി. 3 ചൈനീസ് പെണ്ണുങ്ങൾ. അവൾ എന്നെ കണ്ട് ആർപ്പ് വിളികൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന് പോയി. എൻ്റെ പകച്ചു നിൽക്കൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവർ വീണ്ടും ആർപ്പ് വിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ആ സുന്ദരികളായിട്ടുള്ള പെൺപിള്ളേരുടെ അടുത്തിട്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ ആർപ്പ് വിളിക്കണതെന്ന്. അപ്പോൾ അവളുമാർ എൻ്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ പെട്ടെന്ന് അവിടെ നിന്നും പോയി. വേറൊന്നും കൊണ്ടല്ല പേടിച്ചത്. അപ്പോഴേക്കും വേറൊരു സുന്ദരി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ പുള്ളിക്കാരത്തി മുഖം കാണിക്കാൻ തീരെ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ പുള്ളിക്കാരത്തിയുടെ അടുത്ത് മുഖം ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ പുള്ളിക്കാരത്തി അവിടെ നിന്നും അപ്രത്യക്ഷനായിപ്പോയി. പെട്ടെന്ന് ഞാനൊരു ഇറാനിയൻ ആളെ കണ്ടു. ഞാൻ ഈ ഇറാനിയൻ ആളെ കണ്ടപ്പോൾ അയാൾ എന്നെ നോക്കി ഹൈയൊക്കെ കാണിച്ചു. എന്നിട്ട് അയാൾ എൻ്റെ അടുത്തായിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. മൊത്തം അറബിയായിരുന്നു. എനിക്ക് പിന്നെ അറബി നല്ല വശമുള്ളത് കൊണ്ട് ഞാൻ അയാളുടെ അടുത്തായിട്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും വേറൊരാൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് ഇന്ത്യയിലുള്ള കുറച്ച് പയ്യന്മാരായിരുന്നു. അവർ ഹൈയൊക്കെ തരുന്നുണ്ടായിരുന്നു. ഞാനും ഹൈയൊക്കെ കൊടുത്തു. അപ്പോഴേക്കും അവരും എൻ്റെ മുന്നിൽ നിന്നും മാഞ്ഞു പോയി. അങ്ങനെ ഞാൻ ഇനി അടുത്ത് ആരുടെ അടുത്ത് സംസാരിക്കുമെന്ന് നോക്കിയിരുന്നപ്പോൾ ഒരു ചിരിച്ച മുഖം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പുള്ളി ചിരിച്ചതുകൊണ്ട് എൻ്റെ അടുത്ത് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓ ശരി അതെ സുഖമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നും പോയി. അപ്പോഴേക്കും വേറൊരു ചൈനക്കാരൻ വീണ്ടും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ പക്ഷെ പ്രത്യക്ഷപ്പെട്ടിട്ട് വെറുതെ ഇരുന്നില്ല. ഒരു ചൈനീസ് പെണ്ണിൻ്റെ മൊബൈലിലുള്ളൊരു വീഡിയോ എൻ്റെ അടുത്ത് കാണിച്ചു. ആക്ച്വലി അവൻ ആദ്യം അവൻ്റെ മുഖം കാണിക്കുന്നതിന് മുന്നേ എന്നെ ഇത് കാണിച്ചിട്ട് എന്നെ ആസാക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ എന്തോ അവന് ടൈമിംഗ് തെറ്റിപ്പോയി. അവൻ വീണ്ടും ഇതുപോലുള്ള സംഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായി. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാണ് അളിയാ. അപ്പോഴേക്കും അവൻ സിഗരറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചു. ഈ സിഗരറ്റ് വലിക്കാരെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്, വേറൊന്നും കൊണ്ടല്ല. ഞാൻ അവരുടെ അടുത്തായിട്ട് പറയുന്നുണ്ടായിരുന്നു, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, നിങ്ങൾ സിഗരറ്റ് വലിച്ചാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാകുമെന്ന്. ഈ പരസ്യമൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. സിഗരറ്റ് വലിച്ചാൽ നിങ്ങൾ ചത്തുപോകും എന്ന ആക്ഷനൊക്കെ ഞാൻ അവൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു. അവനത് എവിടെ കേൾക്കാൻ. അവൻ വീണ്ടും ചൈനീസ് ഭാഷയിൽ സിഗരറ്റ് വലിയെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ വിഷയം മാറ്റാൻ നോക്കി. അപ്പോഴവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ എനിക്ക് കാണിച്ചു തന്നു. പെട്ടെന്ന് അവൾ എന്നെ കണ്ടിട്ടാണ് ആണെന്ന് തോന്നുന്നു, നാണം കൊണ്ട് മുഖം പൊത്തി. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, താങ്കൾ പെണ്ണുങ്ങളുടെ മുന്നിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലേ എന്ന്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവളാണ് എന്നെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചതെന്ന്. ഞാൻ പറഞ്ഞു ശരി, നന്നായിരിക്കുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് അവൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ അവൻ അവൻ്റെ പേര് പറഞ്ഞു. മിയാലു ഡുട്ടു എന്നാണ് അവൻ്റെ പേര്. ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും വീണ്ടും കുറേ ചൈനക്കാരന്മാർ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഈ കാണിക്കുന്ന സിമ്പിൾ ലവിൻ്റെ സിമ്പിളാണോ വേറെ എന്തെങ്കിലും സിമ്പിളാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അപ്പോഴേക്കും അവർ എൻ്റെ മുന്നിൽ നിന്നും പോയി.
ഞാൻ വിചാരിച്ചു എനിക്കും പോവാൻ സമയമായി. അപ്പോഴേക്കും ഒരു അന്ധകാരം പോലെ എന്തോ ഒന്ന് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തായാലും ഞാൻ പോകുന്നു. അടുത്ത ആഴ്ച കാണാം.